മേഘയുടെ അപ്പൂപ്പനുണ്ട്, രണ്ട് ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ ഒരു 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയമായിരുന്നു അഖിൽ NRDയുടെ വൈഫിൻ്റെ ഒളിച്ചോട്ടം. ഇന്ന് ഞാൻ മനോരമ നോക്കിയപ്പോൾ, അതായത് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത സമയത്ത് മനോരമയിൽ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. മനോരമയിലുണ്ട്, മാതൃഭൂമിയിലുണ്ട്, രണ്ടിലുണ്ട് കേട്ടോ. അതിൽ കണ്ട ന്യൂസ് ഉണ്ട്. ഒരു നിമിഷം. യെസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മനോരമ ഓൺലൈൻ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പരിഹാസങ്ങൾക്കിടെ പ്രതികരിച്ച് അഖിൽ NRDയുടെ ഭാര്യ മേഘ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ്. ഇത് വന്നിരിക്കുന്നത് മനോരമയിലാണ്. അതേപോലെ മാതൃഭൂമിയിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ചെങ്ങന്നൂരുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോടെയാണ് മേഘ തൻ്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ എന്താണ് നമുക്കറിയില്ല. തിരിച്ചെത്തി വീട്ടിൽ അവരിനിപ്പോൾ ആ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു ന്യൂസ് കണ്ടിട്ടുള്ളത്. ഞാൻ ന്യൂസിലേക്ക് കടക്കാം. അതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ആണ് മേഘ നായർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ മേഘ പങ്കുവച്ചിട്ടുള്ളത്. ഇതൊക്കെ പറയുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിഷയം താല്പര്യമുള്ളവർ മാത്രം തുടർന്ന് കണ്ടാൽ മതി. ഈ വിഷയം താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണണ്ട പ്ലീസ്. കാരണം വെച്ചാൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം വ്യൂവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം, പക്ഷെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തിനാ വീട്ടിലെ കാര്യങ്ങൾ എടുത്ത് വെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ മാതൃഭൂമി, മനോരമ, അതുകൊണ്ടാണ് മാതൃഭൂമി മനോരമയുടെ ന്യൂസ് തന്നെ ആദ്യം കാണിച്ചിട്ടുള്ളത്. ആ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് അവർ ന്യൂസ് ചാനലുകളെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ പല അണ്ണന്മാരും പ്രതികരിച്ച സമയത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഇട്ടതാണ്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാണ്ടായ കാരണം ഈ ന്യൂസ് കഴിഞ്ഞ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജിനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ജിനുവിൻ്റെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ജിനു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്ന ഒരു വോയിസ്. ആ വോയിസ് ഫസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസ് കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. ആ വോയിസിലേക്ക് പോകാം. ഞാൻ ആ രാജ്യം നെടുങ്ങുന്ന ആദ്യം താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്. ഫസ്റ്റിലെ ഞാൻ കാണുന്നത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം ോട്ടൊന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാ എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എന്തായാലും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. കോൺഗ്രസ് പാർട്ടിയുടെ അത് ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാണ് വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പീഡിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട്
ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലമാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അവന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനുവിന് അച്ഛൻ മരിച്ചു പോയ ഒരു അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനുവിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ആണല്ലേ? ജോലി കിട്ടിയെന്നങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. അത് KSRTC-ലാണെങ്കിലും ടെമ്പററിയാ. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, അതെ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം, 4-5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനുഭവമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനുവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനുവ് ഉപേക്ഷിച്ചിട്ടില്ല. അനുവിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്, അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും, അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്തു വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പകയുണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ടു ഞാൻ വരികയെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു.
ആ, ആ, ആ. അതാണ് ഈ വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ മറ്റേ കേസിൽ പയ്യനെ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, ഏതൊരു അച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അതെ അതെ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണോ ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, ശരി. 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം തന്നെ, കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ശരി. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ച് പറഞ്ഞു എന്നോട് എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. യെസ്, ജിനൂസ് 2.0 എന്നുള്ള ജിനുവിൻ്റെ ചാനലിലാണ് ഈ ഒരു വോയിസ് വന്നിട്ടുള്ളത്. ചേട്ടന് ഏറ്റവും കൂടുതൽ വളരെ അടുത്ത ബന്ധമുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വിവരമൊക്കെ ചേട്ടൻ എല്ലാം പുറത്ത് അപ്ഡേറ്റ്സ് വരെ എത്തിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു അപ്ഡേറ്റ് വീഡിയോ പോലെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഒരഭിപ്രായവും പറയുന്നില്ല, കാരണം അവരുടെ പേഴ്സണൽ ലൈഫാണ്. പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്നു. കോണ്ടൻറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ചാനലിലൂടെ പല സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ തന്നെ പോയി നോക്കുക. കഴിഞ്ഞ വീഡിയോ, അതിന് മുന്നത്തെ വീഡിയോ ഒക്കെ ഇതുപോലത്തെ വിഷയമല്ല. അതിന് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളതും, അല്ലെങ്കിൽ എൻ്റെ തന്നെ ചാനൽ, അല്ലെങ്കിൽ എന്നെ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരുടെ ചാനലുകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യലി റെലവൻ്റ് ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നത്, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർക്ക് എത്ര വ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് എത്ര വ്യൂസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ്, കാണാനും ചർച്ച ചെയ്യാനും ഇഷ്ടപ്പെടാനും ഷെയർ ചെയ്യാനും ഒക്കെ ആൾക്കാരുള്ളത് കൊണ്ടാണ് എന്നെപ്പോലുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓവറായിട്ട് അങ്ങനെ വളരെ മോശമായിട്ടുള്ള തംബ്നെയിൽസോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഇത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇതൊരു അപ്ഡേറ്റ് എന്നുള്ള കണ്ടീഷനിൽ മാത്രം ചെയ്യുന്ന ഒരു വിഷയം. അത് മാതൃഭൂമി, മനോരമ പോലത്തെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഓൺലൈൻ എഡിഷൻസിൽ വരെ വന്നു, ഓൺലൈൻ ചാനലുകളിൽ വരെ വന്നിട്ടുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തേക്ക് കയറാൻ വരുന്ന അണ്ണന്മാരോടും അണ്ണിമാരോടും കുറേ നന്മ അണ്ണന്മാരോടും കൂടിയാണ് പറയാനുള്ളത്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുകൊണ്ട് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നവരും സഞ്ചാരം നടത്തുന്നവരൊന്നും ഈ കൃഷിയും കൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല. നിങ്ങളത് ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള മെച്ചം കൊണ്ടാണ്, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വീഡിയോ ചെയ്യാം. അതൊന്നുമല്ല. ഏതായാലും നല്ലൊരു വിഷയമാണ്, എല്ലാവർക്കും നല്ലോണം വ്യൂസ് കിട്ടുന്നത്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ കൂട്ടത്തിൽ നമ്മളും കൂടി 2 വർത്തമാനം പറഞ്ഞിട്ട് ഇടാം. പക്ഷേ പറയുന്ന സമയത്ത് ഒരു അത് ശരിയല്ല. ഓക്കെ, ആ ഒരൊറ്റ കാര്യം മാത്രം പറയുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഈ വിഷയം ആലോചിക്കുന്ന സമയത്ത് ചില ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം, നിങ്ങൾ പറയുന്ന ചക്കയുടെയും മാങ്ങയുടെയും കഥ ഉണ്ടല്ലോ. ചക്ക, എത്ര ചക്ക ഉണ്ട് അവിടെ, രാവിലെ ഞാൻ ചോറുണ്ടു, ഉച്ചയ്ക്ക് ചായ കുടിച്ചു, രാവിലെ ഇന്ന് എത്ര ഇട്ടു എന്നൊക്കെ പറയണേക്കാളും ഞാൻ അതുകൊണ്ടാണ് അതിനേക്കാളും ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇതിന് വ്യൂസ് കൂടുതൽ വരുന്നത്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതിലൊരു കടി വിചാരിച്ചിട്ട് കാര്യമില്ല, അതിൽ അസൂയ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊരു സിസ്റ്റമാണ്. കേരളത്തിൽ മാത്രമല്ല അതുള്ളൂ, ഇന്ത്യയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് റിയാക്ഷൻ. അത് യൂട്യൂബ് സമ്മതിച്ചൊരു സംഭവം തന്നെയാണ് ഫെയർ യൂസേജ് പോളിസി. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം. ഞാൻ ആരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് വന്നിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പോയി മറ്റൊരു ചാനലിൽ വന്നതാണ്. ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ് സംബഡി എൽസ് വിൽ ഡു ഇറ്റ്, അത്രമാത്രം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ചാനലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷയം കേട്ടോ. അപ്പോൾ കണ്ടതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് നിനക്ക് പേഴ്സണൽ കാര്യം, കുടുംബകാര്യം, ഇതൊക്കെ പുറത്തെത്തിയ കാര്യമാണ്. ഓക്കെ, പിന്നെ അഖിലൻ ആർ ഡി ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഞാൻ ആ പെണ്ണിനെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ
ഒത്തുപോകാൻ പറ്റാത്ത കാര്യം. അത് ഞാൻ എപ്പോഴും പറയാം. അഖിലിൻ്റെ പേരിൽ ഒരുപാട് ആരോപണം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ കിടക്കുന്നില്ല. അവൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ പലതും പറയുന്നുണ്ട്. അച്ഛൻ്റെ നിങ്ങൾ കേട്ടല്ലോ എന്തായാലും. ഞാൻ അതിലൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ആ പെണ്ണ് കാണിച്ചിട്ടുള്ള, ഈ സ്ത്രീ കാണിച്ചിട്ടുള്ള കാര്യത്തിൽ ഒറ്റ വർത്തനം മാത്രമേ ഉള്ളൂ. ഇവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ച് മാന്യമായിട്ട് പോകായിരുന്നു. ഇതല്ല വഴി. അത് പബ്ലിക്കിൽ വന്നൊറ്റ കാര്യം കൊണ്ട് മാത്രം പറയുന്നു. ഇതല്ല വഴി. അത് കാണിച്ച് ശുദ്ധ തെമ്മാടിത്തര. അതിൽ യാതൊരു സംശയമില്ല. കാരണം അവൻ്റെ ഒരു അവസ്ഥ, 4 ആളറിയ കല്യാണം കഴിച്ചൊരു കൊല്ലം കൊണ്ടു കിടന്നിട്ട്, ഭർത്താവിൻ്റെ കൂടെ കൊണ്ടു കിടന്നിട്ട് ഭാര്യ വേറെ ഇതുപോലെ പോകുന്ന സമയത്തേ എത്രത്തോളമാണ് ഇതിൻ്റെ ഇനി എന്ത് കാരണം നിൽക്കാറില്ല. കാരണങ്ങളുണ്ടെങ്കിൽ തന്നെ മ്യൂച്വലി പിരിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാക്കുക, ഉപയോഗിക്കുക. അല്ലാണ്ട് അങ്ങനെ ഈ പരിപാടി ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഇതിപ്പോൾ ആ ചങ്ങേൻ്റെ ഒപ്പം ചങ്ങനായിട്ട് പോയിട്ട് അതൊരു ശരിയുള്ള കാര്യമല്ല. ഓക്കെ, നിർത്തുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.